നമസ്കാരം, KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിബിൻ ആയിരപ്രയിൽ. പ്രധാന വാർത്തകൾ. ആലപ്പുഴ പട്ടണത്തിൽ ലഹരിയുടെ അതിമധുരം. ലഹരിയിൽ മുങ്ങി ആലപ്പുഴ. ഓണക്കാലമായതോടെ മയക്കുമരുന്ന് സംഘങ്ങളുടെ പറുദീസയാവുകയാണ് വെനീസ്. പള്ളിക്കുടം വിഴുങ്ങികൾക്കെതിരെ അലയടിക്കുന്ന പ്രതിഷേധം. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട സ്കൂൾ സംരക്ഷണ സമിതി നേതൃത്വത്തിൽ കുട്ടനാട് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും സംഘടിപ്പിച്ചു. ഭൂമിയിലെ മാലാഖമാരും കുടുംബവും കടക്കണിയിൽ. വിദ്യാഭ്യാസ വായ്പയെടുത്ത നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ബാങ്കുകളുടെ ജപ്തിയും വക്കീൽ നോട്ടീസും ഭീഷണിയും. ആ വാതിലും അടഞ്ഞു. സാധാരണക്കാരന്റെ സൂപ്പർ മാർക്കറ്റായ സപ്ലൈകോയും സമരത്തിൽ. സമരത്തിന് സമവായമായില്ലെങ്കിൽ ഓണം കേരള വീടുകളാകും അധികവും. വാർത്തകൾ വിശദമായി. ആലപ്പുഴ ജില്ല കഞ്ചാവ് മയക്കുമരുന്ന് സംഘങ്ങളുടെ പിടിയിൽ. ഉത്സവകാലമായതോടെ ഇത്തരം സംഘങ്ങൾ സജീവമായിരിക്കുന്നു. അബിറ്റാമിൻ, കൊടിയീൻ തുടങ്ങിയ വിദേശ മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളുടെ പ്രധാന വിപണന കേന്ദ്രമായി ആലപ്പുഴ ജില്ല മാറി. പ്രധാനമായി വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചാണ് ഇത്തരം സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. കുട്ടികളെ ഇതിലേക്ക് ആകൃഷ്ടരാക്കുവാൻ പലതരത്തിലുള്ള പ്രലോഭനങ്ങളാണ് മയക്കുമരുന്ന് സംഘങ്ങൾ നൽകുന്നത്. മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി നിയോഗിക്കപ്പെടുന്നതും കുട്ടികളെ തന്നെയാണ്. ഓണക്കാലം എത്തിയതോടെ ആലപ്പുഴ ജില്ലയിലെ പല ഭാഗങ്ങളിലും വ്യാജമദ്യ വിൽപ്പന സജീവമായിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ നിയമങ്ങൾ എക്സൈസ് സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഇത്തരക്കാരെ പൂർണ്ണമായും തുരത്തുവാൻ സാധിച്ചിട്ടില്ല. ഓണത്തോടനുബന്ധിച്ച് എക്സൈസ് ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ഡ്രൈവും പരിശോധനകൾ നടത്തുന്നതിനായി ഷാഡോ എക്സൈസിനെ നിയോഗിച്ചിട്ടുണ്ടെന്നും ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ സുരേഷ് റിച്ചാർഡ് പറഞ്ഞു. കഴിഞ്ഞ 12-ാം തീയതി മുതൽ അടുത്ത മാസം 12-ാം തീയതി വരെ സ്പെഷ്യൽ ഡ്രൈവായിട്ട് പ്രഖ്യാപിക്കുകയും അതിന്റെ ഭാഗമായിട്ട് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു കൺട്രോൾ റൂം എൻ്റെ ഓഫീസിൽ തന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ജില്ലയിൽ 2 ഭാഗത്തായിട്ട് 2 സ്ട്രൈക്കിംഗ് ഫോഴ്സുകൾ, അതും 24 മണിക്കൂറും കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് ഉടനടി നടപടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ 8 ദിവസത്തിനുള്ളിൽ തന്നെ 29 അബ്കാരി കേസുകളും 5 NDPS കേസുകളും, അതായത് മയക്കുമരുന്ന് കേസുകളും നമ്മൾ എടുക്കുകയുണ്ടായി. അതിനകത്ത് മൊത്തം 34 പ്രതികളെ അറസ്റ്റ് ചെയ്തു. അത് ശരിയാണ്, നമുക്ക് ചില വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ വഴി വരുന്നതായിട്ടും പിന്നെ അത് തടയാനായിട്ട് നമ്മൾ വിവരങ്ങൾ ശേഖരിക്കാനും നടപടിയെടുക്കാനും ഈ ഷാഡോ എക്സൈസ് ടീമിനെ രൂപീകരിച്ചിട്ടുണ്ട്. അത് ശരിക്കും അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഈ 8 ദിവസത്തിനുള്ളിൽ 5 NDPS കേസുകൾ എടുക്കാൻ സാധിച്ചത്. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് 250 ഗ്രാം ചരസുമായിട്ട് മഹാരാഷ്ട്രയിൽ നിന്നും ഒരാൾ വരികയും നമ്മൾ ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ പിടിക്കുകയും അയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ അപേക്ഷിച്ച് കുട്ടനാട് ഇപ്പോൾ ഭേദമാണ്. കാരണം വ്യാജമായിട്ട് നമുക്ക് കണ്ടെത്താനേ കഴിയുന്നില്ല എന്നുള്ളത് പറയാം. വളരെ അപൂർവം കേസ് മാത്രമേ ഈ വ്യാജമായിട്ട് കിട്ടുന്നുള്ളൂ. എന്നാലും വിദേശ മദ്യം വാങ്ങിച്ച് വെച്ച് ചില ആളുകൾ വിൽക്കുന്നുണ്ട്. അതിൻ്റെ കേസുകൾ നമ്മൾ എടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങനെ മാറ്റമുണ്ടോ എന്ന് നോക്കാനായിട്ട് നമ്മൾ പ്രത്യേക ടീമിനെയൊക്കെ നിയോഗിച്ചിട്ടുണ്ട്. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉടൻ നടപടി എടുക്കുന്നതായിരിക്കും. അതിന് നമ്മൾ കോളേജ് തലത്തിലും അതുപോലെ തന്നെ സ്കൂൾ തലത്തിലും ആൻറ്റി ലിക്കർ ക്ലബ്ബുകൾ ഫോം ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, സ്കൂളുകളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്നുണ്ട്. ഞങ്ങളുടെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ ചെന്ന് അധ്യാപകരെയും അതുപോലെ പേരൻസ് PTA പ്രസിഡന്റുമാരെയും വിദ്യാർത്ഥികളെയൊക്കെ കണ്ടുമുട്ടി അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ രീതിയിലും കൂടെ ഞങ്ങൾ പ്രവർത്തനം നടത്തി വരുന്നുണ്ട്. ആലപ്പുഴ കേന്ദ്രീകരിച്ച് വിദേശികൾ പോലും മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളുടെ വിപണനം നടത്തുകയാണ്. വിനോദസഞ്ചാരികൾ എന്ന വ്യാജേനയാണ് ഇവർ ആലപ്പുഴയിൽ എത്തുന്നത്. ബ്രൌൺ ഷുഗറിന്റെ മറ്റു പതിപ്പുകളായ അബിറ്റാമിൻ, കൊടിയനും ചരസ്, ആംബ്യൂൾ ഉൽപ്പന്നങ്ങളുമാണ് ഇവിടെ പ്രധാനമായും വിപണനം നടത്തുന്നത്. കേരളത്തിലെ ഉത്സവകാലങ്ങൾ കഞ്ചാവ് മയക്കുമരുന്ന് സംഘങ്ങളുടെ കൊയ്ത്തുകാലമെന്നാണ് അറിയപ്പെടുന്നത്. ഇവയ്ക്കെതിരെ ശക്തമായ നിയമ നടപടികൾ പോലീസും എക്സൈസും സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഇവയുടെ വ്യാപനം തടയുവാൻ സാധിച്ചിട്ടില്ല. സംസ്കാരം കൊണ്ടും പൈതൃകം കൊണ്ടും സമ്പന്നമായ നമ്മുടെ കൊച്ചു കേരളത്തെ ലഹരിമുക്തമാക്കാൻ നമുക്കൊന്നിച്ച് കൈകോർക്കാം. ക്യാമറമാൻ മഡോണ വർഗീസിനൊപ്പം സാനു കെ സജീവ്, KCV ന്യൂസ്.
അവിട്ടം തിരുനാൾ മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം തകർന്നു വീണതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കും കരാറുകാരനുമെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് കുട്ടനാട് പൈതൃക കേന്ദ്രം ചെയർമാൻ അഡ്വക്കേറ്റ് അനിൽ ബോസ്. സ്കൂൾ സംരക്ഷണ സമിതിയുടെ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉത്തരവാദികൾ പലതാണ്, എല്ലാം വെളിയിൽ വരുവാനായി, എല്ലാം വെളിയിൽ വരുവാനായി വിജിലൻസിനെ സാധിക്കൂ, വിജിലൻസിനെ സാധിക്കൂ. വർഷം രണ്ട് തികഞ്ഞില്ല, വർഷം രണ്ട് തികഞ്ഞില്ല, പെയിന്റിൻ മണവും പോയില്ല, പെയിന്റിൻ മണവും പോയില്ല. അതിന് മുൻപ് തകർന്നു വീണു, അതിന് മുൻപ് തകർന്നു വീണു നമ്മുടെ ഹൈസ്കൂൾ കെട്ടിടവും. 2009-2010 10-11 പണി പൂർത്തിയാക്കുന്നതിന് വേണ്ടി 32 ലക്ഷം രൂപ അനുവദിച്ച് അത് സ്കൂളിന്റെ രക്ഷകർതൃ സമിതിയുടെ മേൽനോട്ടത്തിൽ എഞ്ചിനീയർമാരുടെ ക്രിയാത്മകമായ പരിശോധനയിൽ ഓരോ സ്റ്റെപ്പിലുമുള്ള പ്രവർത്തനങ്ങൾ പരിശോധിച്ചുകൊണ്ട് നടപ്പിലാക്കേണ്ടുന്ന ഒരു നിർമ്മാണ പ്രവൃത്തിയാണ്. റോഡുകൾ നിർമ്മിക്കുന്നതിനേക്കാൾ ഗൗരവത്തോടുകൂടി നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു കലാലയത്തിന് കെട്ടിടം നിർമ്മിക്കുമ്പോൾ അത് ഏറ്റവും ഗൗരവത്തോടുകൂടി ഏറ്റവും ജാഗ്രതയോടുകൂടി നോക്കിക്കാണേണ്ട ഒന്നാണ് എന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല. 2 വർഷം പോലും ആകുന്നതിന് മുമ്പ്, അടിച്ച പെയിന്റിന്റെ മണം മാറും മുമ്പ് ആ കെട്ടിടം തകർന്നു വീണു. വളരെ ഭാഗ്യം, ഈശ്വരന്റെ കൃപാകടാക്ഷം ഞാൻ വിശ്വസിക്കുന്നു. ഞാനും നിങ്ങളും മനസ്സിൽ വളരെ ആവേശത്തോടുകൂടി ഓർക്കുന്ന പ്രാർത്ഥിക്കുന്ന മങ്കൊമ്പിൽ അമ്മയുടെ കൃപാകടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ് അവിടെ ഉണ്ടാകേണ്ടിയിരുന്ന ഒരു മഹാദുരന്തം ഒഴിവായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ആ കെട്ടിടം തകർന്നു വീഴുന്നതിന് മുമ്പായി അത് തിരിച്ചറിയാൻ അവിടുത്തെ പ്രഥമാധ്യാപികയ്ക്ക് കഴിയുക, കുട്ടികളെ മാറ്റാൻ കഴിയുക, അത് കേവലം ഒരു 10 മിനിറ്റ് കൂടി താമസിച്ചിരുന്നെങ്കിൽ നമ്മൾ നടത്തേണ്ടിയിരുന്നത് 10-35 കുഞ്ഞുങ്ങളുടെ ശവമഞ്ച ഘോഷയാത്ര നടത്തേണ്ടി വരുമായിരുന്നു. 2009-10-11 വർഷ പദ്ധതികളിൽ ഉൾപ്പെടുത്തി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച 2 കെട്ടിടമാണ് ഉദ്ഘാടനം കഴിഞ്ഞ് 2 വർഷങ്ങൾ പിന്നിടുന്നതിന് മുമ്പ് തന്നെ തകർന്നു വീണത്. നിർമ്മാണ പ്രവർത്തനത്തിലെ അഴിമതികളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും അനിൽ ബോസ് ആവശ്യപ്പെട്ടു. BJP കുട്ടനാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് MR സജീവ് മുഖ്യപ്രഭാഷണം നടത്തി. G ബാലകൃഷ്ണ പണിക്കർ, R രമേശ് പൊറ്റമ്പറമ്പ്, PK പ്രസാദ്, N സദാശിവൻ നായർ, ചാൾസ് മാത്യു, അശ്വിനി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. മങ്കൊമ്പ് VHSC കെട്ടിടം തകർന്നു വീണ സാഹചര്യത്തിൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ നിർമ്മാണ പദ്ധതികൾ എല്ലാം വിജിലൻസ് അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് K ഗോപകുമാർ ആവശ്യപ്പെട്ടു. മങ്കൊമ്പിൽ KCV വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മിച്ചതിന് ശേഷം ഇത്ര ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ഈ കെട്ടിടം തകർന്നു വീണത് അതിന്റെ പേരിൽ അദ്ദേഹം മുഖ്യമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും വിജിലൻസ് അന്വേഷണം നടത്തണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് തീരുമാനമായതായി അറിയാൻ കഴിയുന്നു. അക്കാര്യമാണ് ഇപ്പോൾ അറിയിക്കുന്നത്. ഈ മങ്കൊമ്പ് ഔട്ടം തിരുനാൾ സ്കൂളിലെ കുട്ടികളെ പകരം തൽക്കാലം ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് തന്നെ ഫണ്ട് അനുവദിച്ച് നിർമ്മിച്ച പ്രായമായ ആളുകൾക്ക് വേണ്ടിയുള്ള പകൽ വീട് എന്നുള്ള ആ കെട്ടിടത്തിലേക്ക് ക്ലാസ് നടത്തുന്നതിന് വേണ്ടി ഒരാലോചന നടന്നു. പക്ഷേ ആ കെട്ടിടവും തകർന്നിരിക്കുന്നതിനാൽ അവിടെയും ക്ലാസ് നടത്താൻ പറ്റുകയില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. സ്വാഭാവികമായും ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പല വർക്കുകളെക്കുറിച്ചും ആക്ഷേപമുണ്ട്. ഇക്കാര്യത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം തന്നെ നടത്തണം എന്നാണ് പിന്നെ ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്. വിദ്യാഭ്യാസ വായ്പയെടുത്ത പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഇന്ന് ദുരിതത്തിലാണ്. മാന്യമായ ഒരു തൊഴിലോ വരുമാനമോ ലഭിക്കാത്തത് നിമിത്തം കടക്കണിയിലാകപ്പെട്ട ആത്മഹത്യയുടെ വക്കിലാണ് ഈ കുടുംബങ്ങളിൽ ഏറെയും. ജപ്തികൾ, കോടതി കേസുകൾ, വക്കീൽ നോട്ടീസുകൾ, ഭീഷണി എന്നിങ്ങനെ ബാങ്കുകളുടെ പീഡനങ്ങൾ നിരന്തരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് നിമിത്തം 12 രക്ഷിതാക്കളാണ് നമ്മുടെ കേരളത്തിൽ മാത്രം ആത്മഹത്യ ചെയ്തത്. കോഴിക്കോട് വൃദ്ധരക്ഷിതാവിനെ വായ്പ തിരിച്ചടയ്ക്കാത്തതിന്റെ പേരിൽ ജയിലിലടച്ചതും മലയാളികൾ മറന്നിട്ടുണ്ടാവില്ല. കാര്യങ്ങൾ എത്രമാത്രം വഷളായിട്ടും സർക്കാരുകളുടെ ഫലപ്രദമായ യാതൊരു ഇടപെടലും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. ഉദാരമായ വ്യവസ്ഥകളിലും പലിശ നിരക്കിലും വായ്പ നൽകണമെന്ന റിസർവ് ബാങ്കിന്റെ നിർദ്ദേശങ്ങളെയും സർക്കാരിന്റെയും ഹൈക്കോടതിയുടെയും ഉത്തരവുകളെയും ബാങ്കുകൾ നഗ്നമായി ലംഘിക്കുകയാണ്. മാത്രമല്ല, ഉയർന്ന നിരക്കിലുള്ള പലിശ, നിയമവിരുദ്ധമായ പിഴപ്പലിശ, കൂട്ടുപലിശ, മറ്റനവധി ചാർജുകൾ എന്നിവ കൂട്ടിച്ചേർത്ത് വായ്പ തുക ഇരട്ടിയും അതിലധികവുമായി മാറ്റിയിരിക്കുന്നു. ഈ തുക പിടിച്ചെടുക്കുന്നതിനായി ബാങ്കുകൾ നിയമവിരുദ്ധമായ പുതിയ എഗ്രിമെന്റുകളും സമ്മതപത്രങ്ങളും ഒപ്പിട്ട് വാങ്ങുകയും ചെയ്യുന്നു. ഇങ്ങനെ സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ പോലും ലഭിക്കുന്നതിന് ബാങ്കുകൾ തടസ്സം നിൽക്കുകയാണ്.
ഇന്ത്യൻ നഴ്സസ് പേരന്റ്സ് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ.ജെ. ഷീലയുടെ വാക്കുകളിലേക്ക്. ഇന്ത്യൻ നഴ്സസ് പേരന്റ്സ് അസോസിയേഷൻ INBA 2010 മുതൽ വലിയൊരു സമരം വളർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നഴ്സസ് അനുഭവിക്കുന്ന അടിസ്ഥാന വിഷയങ്ങൾ, അവർക്ക് തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, സമയം കൃത്യപ്പെടുത്തുക, ജോലി സമയം കൃത്യപ്പെടുത്തുക, മിനിമം കൂലി, മിനിമം വേജസ് നടപ്പിലാക്കുക. അടിസ്ഥാന ശമ്പളം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും 3000-4000 എന്നുള്ള നിലയ്ക്ക് കൊടുക്കുകയാണ്. മറിച്ച് സർക്കാർ സർവീസിലുള്ളതുപോലെ തന്നെ പ്രൈവറ്റ് മേഖലയിലും നഴ്സസിന് ശമ്പളം ഉറപ്പാക്കുക, മിനിമം കൂലി ഉറപ്പാക്കുക എന്നുള്ള ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് നമ്മൾ 2010 മുതൽ INBA സമരരംഗത്താണ്. പക്ഷേ ഈ സമയത്ത് ശക്തമായ ഒരു സമരം നഴ്സസിന്റെ ഭാഗത്തു നിന്ന് വളർന്നു വന്നപ്പോഴാണ് സർക്കാർ രംഗത്ത് വരികയും ഇവരുടെ ഡിമാൻഡുകൾ ശരിയാണോ എന്ന് പരിശോധിക്കാനും പരിഹരിക്കാൻ എന്നുള്ള പേരിൽ ഡോക്ടർ ബലരാമൻ കമ്മീഷനെ നിയോഗിച്ചു. ഡോക്ടർ ബലരാമൻ എല്ലാ ജില്ലകളിലും പോയി പ്രധാനപ്പെട്ട പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലെല്ലാം തന്നെ പോയി പരിശോധന നടത്തുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം റിപ്പോർട്ട് നൽകുകയും ചെയ്തു. അദ്ദേഹം കൊടുത്ത റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഉടനടി നഴ്സസിന്റെ വിഷയങ്ങൾ പരിഹരിക്കണം, അടിസ്ഥാന ശമ്പളം ഉറപ്പുവരുത്തണം, സമയം കൃത്യമായി 3 ഷിഫ്റ്റ് സമ്പ്രദായം കൊണ്ടുവരണം. ഇങ്ങനെ വളരെ അനുകൂലമായൊരു റിപ്പോർട്ട് അദ്ദേഹം കൊടുത്തെങ്കിലും ഇതുവരെ ഗവൺമെന്റ് ആ റിപ്പോർട്ട് നടപ്പിലാക്കാൻ തയ്യാറായിട്ടില്ല. ഇവിടെ നഴ്സസ് ഇത്തരത്തിൽ ചൂഷണം അനുഭവിക്കുന്ന ഒരു സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ കേരളത്തിലെമ്പാടും വിദ്യാഭ്യാസ വായ്പ എടുത്താണ് നഴ്സസ് ആണെങ്കിലും എഞ്ചിനീയർമാരാണെങ്കിലും എല്ലാം ഉണ്ടായിരിക്കുന്നത്. 2000 ആണ്ടോടുകൂടി ഗവൺമെന്റ് വിദ്യാഭ്യാസ വായ്പ എന്നൊരു നയം പ്രഖ്യാപിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി രക്ഷകർത്താക്കൾ കടക്കണിയിൽ അകപ്പെടുകയും ചെയ്തു. വിദ്യാഭ്യാസ വായ്പയ്ക്ക് പുറമെ തൊഴിലിനു വേണ്ടിയും ലക്ഷങ്ങൾ മുടക്കേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥകളില്ലാത്തതിനാൽ ക്രൂരമായ തൊഴിൽ ചൂഷണമാണ് നിലനിൽക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ തേടി പോകുന്നതിനായി ഏജന്റുമാർക്ക് വലിയ തുക കമ്മീഷൻ നൽകേണ്ടി വരുന്നതും അംഗീകൃതമല്ലാത്ത ഇടങ്ങളിൽ തുച്ഛവരുമാനത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്നതുമെല്ലാം ഈ മേഖല നേരിടുന്ന അരക്ഷിതാവസ്ഥയുടെ പ്രതിഫലനങ്ങളാണ്. തൊഴിൽ ചൂഷണത്തിന് ഇരയാകുന്നവരെ രക്ഷിക്കുവാൻ അവരെ കൊണ്ടുപോകുന്ന ഏജന്റുമാരോ തൊഴിൽ നഷ്ടപ്പെട്ട് മടങ്ങുന്ന ആളുകൾക്ക് മാന്യമായ പുനരധിവാസം നൽകാൻ സർക്കാരോ തയ്യാറാവുന്നില്ല. ഭരണ സംവിധാനങ്ങളില്ലാത്തിടത്തും നിരന്തരം ആഭ്യന്തര കലാപം ഉണ്ടാകുന്നിടത്തുമെല്ലാം നമ്മളുടെ ആളുകൾ ജീവൻ പണയം വെച്ചും തൊഴിൽ തേടി പോകേണ്ടി വരുന്നു. ഇത് നമ്മുടെ നാട്ടിൽ മാന്യമായ സേവന വേതന വ്യവസ്ഥകളോടെയുള്ള തൊഴിൽ സംവിധാനങ്ങൾ ഇല്ലാത്തതിനാലാണ്. നഴ്സുമാരുടെ സേവനം നമ്മുടെ സമൂഹത്തിന് അവശ്യം വേണ്ടുന്ന മഹത്തായ പ്രവർത്തനമാണ്. അതിനാൽ അവരുടെ സംരക്ഷണം സമൂഹത്തിന്റെയും സർക്കാരിന്റെയും ഉത്തരവാദിത്വവുമാണ്. മക്കൾക്ക് വിദ്യാഭ്യാസം നൽകിയതിന്റെ പേരിൽ രക്ഷിതാക്കൾ കടബാധ്യത നിമിത്തം ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന അതിദാരുണമായ സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഇതിന് മാറ്റമുണ്ടായേ മതിയാവും. അതുകൊണ്ട് തന്നെ കേരളത്തിലെ അനേകായിരം കുടുംബങ്ങളുടെ ജീവനും ജീവിതത്തിനുമായി ഇന്ത്യൻ നഴ്സസ് പേരന്റ്സ് അസോസിയേഷൻ നടത്തുന്ന സമരങ്ങളും അതിന്റെ പ്രവർത്തകരും അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് KCB. സപ്ലൈകോ ജീവനക്കാരുടെ അനിശ്ചിതകാല പണിമുടക്ക് പൂർണ്ണം. മാവേലി സ്റ്റോറുകൾ മുതൽ മെഡിക്കൽ സ്റ്റോറുകൾ വരെയുള്ള 1465 ഔട്ട്ലെറ്റുകളിൽ ഭൂരിഭാഗവും അടഞ്ഞുകിടന്നു. CITU, INTUC, AITUC, STU എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ ജീവനക്കാർ ജില്ലാ കേന്ദ്രങ്ങളിൽ മാർച്ചും പ്രകടനവും നടത്തി. സപ്ലൈകോ, പീപ്പിൾ ബസാർ, നീതി സ്റ്റോറുകൾ എന്നിവ അടഞ്ഞുകിടക്കുകയാണ്. സമരം തുടർന്നാൽ ഓണക്കാലത്ത് വിലക്കയറ്റം നേരിടുന്നതിനുള്ള സർക്കാർ നടപടികളെ ഇത് സാരമായി ബാധിക്കുമെന്ന ആശങ്ക നിലനിൽക്കുകയാണ്. വ്യാഴാഴ്ച 56 താലൂക്ക് ഡിപ്പോ കേന്ദ്രങ്ങളിലേക്ക് പ്രകടനവും യോഗവും നടന്നു. സർക്കാരിന്റെ ഡയസ്നോൺ പ്രഖ്യാപനം തള്ളിക്കളഞ്ഞാണ് ജീവനക്കാർ സമരത്തിൽ അണിനിരക്കുന്നത്. സപ്ലൈകോയെ നിലനിർത്തുവാൻ ആവശ്യമായ സബ്സിഡി തുക അനുവദിക്കുക, സർക്കാരിന് സാമ്പത്തിക ബാധ്യതയില്ലാത്ത പ്രൊമോഷനുകൾ നടപ്പാക്കുക, താൽക്കാലിക പാക്കിംഗ് ജീവനക്കാർക്ക് മിനിമം വേജസ് നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. വകുപ്പ് മന്ത്രിയുടെ യൂണിയൻ ആളുകൾ പോലും ഈ സമരമുഖത്തേക്ക് ചർച്ച കഴിയുമ്പോൾ വന്നു എന്നതാണ് വിരോധാഭാസം. തന്റെ പാർട്ടിയിലെ ജീവനക്കാർക്ക് പോലും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നു. ഇതാ ഞങ്ങൾ INTUC ഭാഗമാണ്, ഭരണകക്ഷിയുടെ ഭാഗമാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങൾ ജീവനക്കാരുടെ ഭാഗത്താണ്. അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള സമരത്തിന് ഇവിടെ കൊടിയിലെ അടയാളങ്ങളില്ല, കൊടിയുടെ മുഖങ്ങളില്ല. ഞങ്ങൾ ഒരുമിച്ച് അരങ്ങേറുകയാണ് ഈ സമരം. ഒരുപക്ഷെ ഈ സമരം അടുത്ത ദിവസങ്ങൾ രൂക്ഷമായി പര്യവസാനിക്കാം. വാട്ടർ അതോറിറ്റി കരാറുകാർ പണിമുടക്കുന്നു. കേരള വാട്ടർ അതോറിറ്റി എടത്തുവ സബ് ഡിവിഷനിലെ കരാറുകാരാണ് കുടിശ്ശിക ലഭിക്കാത്തതിനെ തുടർന്ന് പണിമുടക്ക് ആരംഭിച്ചിരിക്കുന്നത്. 2008 മുതലുള്ള വാർഷിക അറ്റകുറ്റപ്പണികളുടെയും കൊട്ടേഷൻ വർക്കുകളുടെയും കുടിശ്ശിക തുക വാട്ടർ അതോറിറ്റിയിൽ നിന്നും ലഭിക്കുവാനുണ്ട്. മാത്രവുമല്ല, ഈ വർഷാദ്യം മുതൽ വാർഷിക അറ്റകുറ്റപ്പണികളുടെ പണവും ലഭിച്ചിട്ടില്ല. പുതിയ നിയമപ്രകാരം വെബ്സൈറ്റിൽ ചേർത്ത ബില്ലുകളുടെ തുക ഉടൻ മാറിക്കിട്ടുമെന്ന് പറഞ്ഞിട്ട് മാസം 5 പിന്നിടുന്നു. എന്നാൽ നാളിതുവരെ 1 രൂപ പോലും ലഭിച്ചിട്ടില്ലെന്നും കുട്ടനാട് എടത്തുവ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് പൂന്നിച്ചിറ പറഞ്ഞു.
കുടിശ്ശികയ്ക്ക് തീരുമാനം ഉണ്ടാകുന്നതുവരെ എടത്വ സബ് ഡിവിഷനിലെ കരാറുകാർ പണികൾ നിർത്തിവെക്കുവാൻ തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു. എടത്വയിൽ KCV വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു ജോസ് പുന്നിച്ചിറ. കുട്ടനാട്ടിലെ വാട്ടർ അതോറിറ്റിയുടെ മെയിൻ്റെനൻസ് അടക്കമുള്ള കരാർ ജോലികൾ ചെയ്യുന്ന തൊഴിലാളികൾ അല്ലെ കോൺട്രാക്ടർമാർ അനിശ്ചിത കാലത്തേക്ക്, അതായത് ഇന്ന് മുതൽ പണിമുടക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, 2008-2009 മുതലുള്ള വാട്ടർ അതോറിറ്റിയിൽ പണിയെടുത്ത കരാറുകാർക്ക് കുടിശ്ശിക തുകയായി എടത്വ സബ് ഡിവിഷനിന്റെ കീഴിൽ 1 കോടിയിൽ പരം രൂപ കിട്ടാനുണ്ട്. ഓരോ കരാറുകാർക്കും 10-12 ലക്ഷം രൂപ വീതം കിട്ടാനുണ്ട്. ആ പൈസ അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി MDയുടെ പുതിയ നിയമവും ചട്ടവും അനുസരിച്ച് ജനുവരി ഫെബ്രുവരി 3 മാസത്തേക്ക് ഒന്നിച്ച് ഈ ടെൻഡർ അനുസരണത്തിൽ നമ്മളെ ഈ കമ്പ്യൂട്ടർ രീതിയിൽ വർക്ക് ചെയ്ത ഇനത്തിൽ എടത്വ സബ് ഡിവിഷന് മാത്രം പൈസ ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. അത് പാസ്സാകാനുണ്ട്, ഉടനെ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. ഇന്ന് ഞങ്ങൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് സംസാരിച്ചപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറയുന്നത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ മേലിൽ ഉള്ള ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ MD അടക്കമുള്ളവർ അതിനു വേണ്ടിയിട്ട് സംവിധാനം ഉണ്ടായെങ്കിൽ മാത്രമേ പണം കിട്ടുകയുള്ളൂ എന്നാണ്. ഞങ്ങൾ കരാറെടുത്തു, തൊഴിലാളിക്ക് പണവും കൊടുത്തു, ഞങ്ങൾ പലിശയ്ക്കും മേടിച്ചു, അവിടുന്ന് പിന്നെയും പലിശയ്ക്ക് മേടിച്ചു, ബാങ്കുകളിൽ ഉള്ള ഗോൾഡും എല്ലാം പണയവും വെച്ച് ഞങ്ങളിങ്ങനെ രാപകലില്ലാതെ വീണ്ടും വീണ്ടും പണി ചെയ്യാൻ തന്നെ സന്നദ്ധരായിരിക്കുകയാണ്. ഇപ്പോഴും കുട്ടനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ പൈപ്പുകൾ പൊട്ടി ഒലിച്ച് കിടക്കുകയാണ്. ഇപ്പൊ കരാറെടുക്കാൻ ആളുകളില്ല. ആരും ടെൻഡർ വിളിച്ചിട്ട് കഴിഞ്ഞ 10-ാം തീയതി ടെൻഡർ വിളിച്ചിട്ട് കരാറെടുക്കാൻ ആളുകളില്ല. കാരണം മറ്റൊന്നുമല്ല, കരാറിൽ പറയുന്ന വ്യവസ്ഥ അനുസരിച്ച് റേറ്റ് ഇല്ല. റേറ്റ് 12 വർഷം മുമ്പുള്ള റേറ്റുകളാണ് ഇരിക്കുന്നത്. പുളിങ്കുന്ന് എഞ്ചിനീയറിംഗ് കോളേജ് ക്യാന്റീൻ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് 1 വർഷം തികയും മുമ്പാണ് സംഭവം. 17 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ചതാണ് പുളുങ്കുന്ന് എഞ്ചിനീയറിംഗ് കോളേജ് ക്യാന്റീൻ കെട്ടിടം. നിർമ്മാണത്തിലുണ്ടായ അഴിമതിയാണ് ഇത്ര വേഗം കെട്ടിടം തകരുവാൻ കാരണമാക്കിയത്. കോളേജിലെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ വിഷയം ചർച്ച ചെയ്യുവാൻ കോളേജ് അധികാരികളെ സമീപിച്ചെങ്കിലും സംസാരിക്കുവാൻ ഇവർ തയ്യാറായിട്ടില്ല. വിദ്യാർത്ഥികൾ കോളേജിന്റെ വരാന്തയിലും മരച്ചുവടുകളിലും ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇതിനെതിരെ അധികാരികൾ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുമ്പോട്ട് പോകുമെന്ന് SFI നേതൃത്വം പറഞ്ഞു. നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ, മുരളീധരന്റെ ഗുണ്ടകളല്ല, മുരളീധരന്റെ ഗുണ്ടകളല്ല. ആരിത് പറയുന്നതറിയില്ലേ? ഇവിടെ 17 ലക്ഷം രൂപ കൊടുത്തിട്ട് രൂപയുടെ യൂണിവേഴ്സിറ്റി ഫണ്ട് പാസ്സാക്കി 17 ലക്ഷം രൂപയ്ക്ക് പണിത് വരുത്ത ഒരു ക്യാന്റീനാണ് ഇവിടെ കാണുന്നത്. ഈ ക്യാന്റീൻ പണിതിട്ട് തീർച്ചയായിട്ടും 1 വർഷം പോലും തികഞ്ഞിട്ടില്ല. 1 വർഷം പോലും തികയാതെ തന്നെ ഇതിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീഴുകയും അകത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളുടെ തലയിൽ വീഴുകയുണ്ടായത്. എന്തു ഭാഗ്യവശാൽ ഒരു വിദ്യാർത്ഥികൾക്കും മാരകമായ പരിക്കൊന്നും ഇല്ലെങ്കിലും ഇത്തരത്തിൽ കോളേജ് അധികൃതരുടെ അനാസ്ഥ ഒരു കാരണവശാലും പൊറുക്കാൻ പറ്റാത്തതാണ്. ഇപ്പോൾ ഞാൻ പറയാം, ഞങ്ങളുടെ ഈ വന്ന സെക്കൻഡ് ഇയർ ബാച്ച് തുടക്കത്തിൽ ഇവിടെ മന്ത്രി ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്ത ക്യാന്റീനാണിത്. എന്നിട്ട് 17 ലക്ഷം രൂപ മുടക്കി എന്ന് പറയുന്ന ഈ ക്യാന്റീനിൽ നിങ്ങൾ എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? ഒരു കാരണവശാലും 17 ലക്ഷം രൂപ മുടക്കിയ ഒരു പ്രതീതി പോലും ഇതിനകത്തില്ല. ഇതിന്റെ സീലിംഗ് വെറുതെ എന്തോ ഒരു എലി മോളിൽ കൂടെ നടന്നു പോയി എന്ന് പറഞ്ഞിട്ട് സീലിംഗ് താഴ്ത്തി വീണിരിക്കുകയാണ്. പെരിങ്ങര പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന പ്രധാന റോഡായ ഇടിഞ്ഞിലം കാവുംഭാഗം റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞ് അപകട ഭീഷണിയായി മാറിയിട്ടും അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ. ഇത് മത്സ്യം വളർത്തലിന് വേണ്ടി നിർമ്മിച്ച കുളമൊന്നുമല്ല. ഇടിഞ്ഞില്ലം കാവുംഭാഗം റോഡിലേക്ക് MC റോഡിൽ നിന്ന് കയറുമ്പോൾ കാണുന്ന റോഡിലെ വലിയ കുഴിയാണ്. ഇത് മാത്രമേയുള്ളൂ എന്ന് കരുതരുത്. വരാനിരിക്കുന്ന കുഴികളുടെ സൂചന മാത്രമാണ് ഇത്. ദിവസേന 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡ് തകർന്നിട്ട് മാസങ്ങളായി. എന്നിട്ടും ഇത് നന്നാക്കുവാൻ രാഹുകാലം നോക്കി നിൽക്കുകയാണ് PWD ഉദ്യോഗസ്ഥർ. വേണ്ടത്ര വഴിവിളക്കുകൾ ഇല്ലാത്ത ഈ റോഡിൽ രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ്. എത്ര നാളായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്? സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന റോഡ് തകർന്നിട്ടും ഇത് നന്നാക്കുവാൻ അധികാരികൾ തയ്യാറാവാത്തത് ജനങ്ങളുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നതുതന്നെ. വെള്ളം പൊങ്ങി താന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വഴിയിങ്ങനെ കുഴിച്ചിട്ട് ഭയങ്കര പാടാ പോകാനെടുക്കാനും. ഭയങ്കര കുഴിയുന്നുണ്ട്, ഭയങ്കര കുഴിയാണ്. വെള്ളം മഴ പെയ്തവന് ഒട്ടും വലിയ ഭയങ്കര അവർ ചെയ്യേണ്ട വഴിയല്ലേ. ഇതിലെ കൊണ്ട് തുറന്നു വെച്ചാൽ വെള്ളം മുഴുവൻ ഇറങ്ങിപ്പോൾ വൃത്തിയാക്കുകയും ചെയ്യാം. അതിനുള്ള സൗകര്യങ്ങളും ഉണ്ട്, അതിനുള്ള മാർഗ്ഗങ്ങളും ഉണ്ട്. ഇവിടെ തോടുമൊക്കെയുള്ള ഇവിടെ ഒന്ന് വെട്ടിവെച്ചാലും മതി, വെള്ളം ഇറങ്ങിപ്പോകും. അല്ല വൃത്തിയായിട്ട് മനുഷ്യർക്ക് പോകുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇതുണ്ട്. കുഴിച്ച് പണ്ട് പുരാന കാലത്തിൽ തോടൊക്കെ ഉള്ളതില്ലേ, വെള്ളം ഇറങ്ങിപ്പോകുന്ന സംവിധാനം ഉള്ള ഇതിലെ കണ്ടില്ലേ. പെർമിറ്റ് ഇറക്കി വിട്ടാലും പോകുന്നു.
മറ്റൊക്കെ സുഖമായിട്ട് നടന്നു പോകാനുള്ള സംവിധാനമുള്ള വഴിയായി. KCV ന്യൂസ് ചങ്ങനാശ്ശേരി. ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ. ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. KSRTC പെൻഷൻ മുടങ്ങിയിട്ട് 3 മാസം കഴിഞ്ഞു. പെൻഷൻ ലഭിക്കാത്തത് മൂലം നിത്യച്ചെലവിനോ മരുന്നു വാങ്ങാനോ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് മാമൂട് മുതലപ്ര പുത്തൻപുരയ്ക്കൽ വീട്ടിൽ ഏലിയാമ്മ ജെയിംസും കുടുംബവും. KSRTCയിൽ വെഹിക്കിൾ സൂപ്പർവൈസറായി റിട്ടയർ ചെയ്ത ഏലിയാമ്മയുടെ ഭർത്താവ് തോമസ് ജെയിംസ് 2011 മരണമടഞ്ഞതിനെ തുടർന്നാണ് ആശ്രിത പെൻഷനായി ഏലിയാമ്മയ്ക്ക് പെൻഷൻ അനുവദിച്ചത്. 2003 പക്ഷാഘാതം മൂലം ശരീരം തളർന്നുപോയ ഏലിയാമ്മയെ ലക്ഷങ്ങൾ മുടക്കി വിവിധ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് ശേഷമാണ് കസേരയിൽ പോലും ഇരിക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ 1 മാസം മരുന്നിന് മാത്രമായി 6000 രൂപയോളം ചിലവാകും. വിവാഹം കഴിഞ്ഞ 2 പെൺമക്കളും 1 മകനുമാണ് ഏലിയാമ്മയ്ക്കുള്ളത്. മകന്റെ ഏക വരുമാനത്തിൽ നിന്നും വളരെ കഷ്ടപ്പെട്ടാണ് ഇവരുടെ കുടുംബം കഴിയുന്നത്. കഴിഞ്ഞ 3 മാസമായി പെൻഷൻ ലഭിക്കാത്തതുമൂലം നിത്യവൃത്തിക്കോ മരുന്നിനോ പോലും പണം കണ്ടെത്താൻ കഴിയാത്ത ഈ കുടുംബത്തിന് അല്പമെങ്കിലും ആശ്വാസം KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ നൽകുന്ന സഹായമാണ്. ഏലിയാമ്മ എന്ന സഹോദരിയെ പോലെ ആയിരക്കണക്കിനായിട്ടുള്ള ആളുകൾ KSRTCയിലെ പെൻഷൻകാർ ഭക്ഷണവും മരുന്നിനും പണമില്ലാതെ, അത് വാങ്ങാൻ യാതൊരു നിവൃത്തിയുമില്ലാതെ ബുദ്ധിമുട്ടിൽ അനുഭവിക്കുകയാണ്. പ്രമേഹ രോഗികൾ, ഹൃദ്രോഗികൾ, അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യൻസ്, ഈ ചേച്ചിയെ പോലെയുള്ള ദുരിതം അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആളുകളാണ് ദുരിതം പേറി ജീവിക്കുന്നത്. അവരുടെ എല്ലാം ജീവിതം വലിയ പ്രതിസന്ധിയിൽ തള്ളിവിട്ടിരിക്കുകയാണ് ഈ പെൻഷന്റെ പ്രതിസന്ധി. കഴിഞ്ഞ 6 വർഷക്കാലത്തിനിടയിൽ ഞങ്ങൾ നടത്തിയ നിരന്തരമായ സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഫലമായിട്ട് ഗവൺമെന്റ് ഇടയ്ക്ക് ഉണ്ടായിരുന്ന ഈ പെൻഷന്റെ പ്രതിസന്ധി ഒന്ന് പരിഹരിക്കുന്നതിന് നിലയ്ക്ക് 7500 രൂപ വെച്ചും 8500 രൂപ വെച്ചും പ്രതിമാസം തരാൻ തുടങ്ങി. അതുകൊണ്ടൊന്നും ഞങ്ങളുടെ ഈ പ്രതിസന്ധി പരിഹരിക്കുന്നില്ല. അതുകൊണ്ട് ഈ പെൻഷന്റെ ബാധ്യത സർക്കാർ ഏറ്റെടുക്കണമെന്ന് ആവശ്യം. ജീവിതത്തിന്റെ പകുതിയിലേറെ കാലം സർക്കാർ സേവനം നടത്തി വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ ഇവരെ സഹായിക്കേണ്ട സർക്കാർ ഇന്ന് ഈ പാവങ്ങളുടെ വേദനകൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. പിന്നെ വീൽ ചെയറിലാണ് കാര്യങ്ങളെല്ലാം ഇതാക്കുന്നത്. പിന്നെ അതുകൊണ്ട് സാമ്പത്തികമായിട്ട് നമുക്കങ്ങനെ സഹായിക്കാൻ ആരുമില്ല. പണയം വെച്ചും ഒക്കെ മരുന്ന് മേടിച്ചു കൊടുക്കുന്നു. ഇപ്പം 4 മാസമായി പെൻഷന് കിട്ടിയിട്ട് 1 മാസത്തെയെങ്കിലും ഞങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 5300 രൂപ ആവും 1 മാസത്തെ മരുന്നിന് തന്നെ. അപ്പോൾ ഒരു ദിവസത്തെ ഒരു ദിവസത്തെ പോലും മരുന്ന് മുടക്കാൻ പറ്റത്തില്ല.
2 നേരം ഇൻസുലിൻ എടുക്കണം. പിന്നെ അതിലും ഉണ്ടായിരുന്നു 5000 മേളിലായിരുന്നു, 10000 രൂപയായിരുന്നു ആദ്യത്തെ മരുന്ന് മേടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങളുടെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം മരുന്ന് അങ്ങ് നിർത്തി. സിറ്റി നെർവ് എന്നും പറഞ്ഞ ഒരു മരുന്നുണ്ട്, ആ മരുന്നിന് 5000 രൂപ ആവും. 3 നേരം കഴിക്കേണ്ട മരുന്ന് അവർ. ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെയാണ്. അന്നേരപ്പത്തേന് അതുകൊണ്ട് ഡോക്ടർ ആ മരുന്ന് അങ്ങ് നിർത്തി. അപ്പം മരുന്ന് ഇപ്രാവശ്യം ഇപ്പം 4 മാസമായിട്ട് ഓരോ മാസം അഡ്ജസ്റ്റ് ചെയ്ത് പണയം വെച്ചും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പം മരുന്ന് മേടിച്ചു. അല്ലാതെ വേറെ സാമ്പത്തികമായിട്ട് ഇവിടെ ഒന്നും ഞങ്ങൾക്കില്ല. ആ പട 8 സെന്റ് സ്ഥലമേ ഉള്ളൂ. KCV ന്യൂസ്, ചങ്ങനാശ്ശേരി. ലഹരി വിരുദ്ധ തരംഗം ഇത്രയേറെ വ്യാപിച്ച മറ്റൊരു കാലം ഉണ്ടായിട്ടില്ലെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. മദ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെന്ന പൊതുവിശ്വാസം അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജീവ് ഗാന്ധി ദിനാചരണത്തോടനുബന്ധിച്ച് ആലപ്പുഴ നഗരചത്തുരത്തിൽ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച സദ്ഭാവന സ്മൃതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VM സുധീരൻ. രാഷ്ട്രീയ സമൂഹം കുറെ കൂടി ഉണരേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം വളരെ സജീവമായി മുന്നോട്ട് വന്നിരിക്കുന്നു. പക്ഷേ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഈ കാര്യത്തിലേക്ക് കുറെ കൂടി താല്പര്യമെടുക്കേണ്ടിയിരിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ ഭാഗത്ത് ഉണ്ടാകും എന്ന് ഞാൻ താല്പര്യപൂർവ്വം പ്രതീക്ഷിക്കുകയാണ്. അതേസമയത്ത് തന്നെ ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്ന് ചില ചലനങ്ങൾ, ക്രിയാത്മകമായ ചില ചലനങ്ങൾ ചിലപ്പോഴൊക്കെ പ്രകടമാകുന്നു എന്നുള്ളത് പ്രതീക്ഷാ നിർഭരമായി ഞാൻ കാണുന്നുണ്ട്. ഏതായാലും നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിലുള്ളൊരു സാഹചര്യം വളർന്നു വന്നിരിക്കുന്നു. ഏത് രംഗത്ത് എന്തെല്ലാം നേട്ടങ്ങൾ നാം കൈവരിച്ചാലും ലഹരിയുടെ പിടിയിൽപ്പെട്ടുപോയൊരു സമൂഹം ആ നേട്ടങ്ങളുടെ തിളക്കമില്ലാത്ത സമൂഹമാണ്, തിളക്കങ്ങൾ നഷ്ടപ്പെടുന്ന സമൂഹമാണ്. നമുക്കറിയാം, ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും വരുന്ന റിപ്പോർട്ടുകൾ പരിപാവനമായ മനുഷ്യബന്ധങ്ങളുടെ വില പോലും കൽപ്പിക്കാതെ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത്. കേരളം അരാജകമായ ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊരവസ്ഥ. ഈ അവസ്ഥയിൽ നിന്നും നാടിനെ മോചിപ്പിക്കുക എന്നുള്ള ആ വലിയ ദൗത്യത്തിൽ മുന്നണി പോരാളികളായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മാറാൻ സാധിക്കണം എന്നാണ് എന്റെ വിനയപൂർവമായിട്ടുള്ള അപേക്ഷ. അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതിന് നിങ്ങളുടേതായ തലങ്ങളിൽ മദ്യനിരോധനം എന്ന ആശയത്തിലേക്ക് കേരളം കൂടുതൽ അടുക്കുന്നു എന്നതാണ് 4 മാസം കൊണ്ട് നടക്കുന്ന ചർച്ചകളുടെ ഏറ്റവും വലിയ നേട്ടം. ലഹരിക്കെതിരെ ശക്തമായ ജനവികാരം ഉയർന്നു കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് നിയോജക മണ്ഡലം പ്രസിഡന്റ് S. ദിബു അധ്യക്ഷനായി. KC വേണുഗോപാൽ MLA, അഡ്വക്കേറ്റ് B. ബാബു പ്രസാദ്, അഡ്വക്കേറ്റ് M. ലിജു, നാരായണൻകുട്ടി, അഡ്വക്കേറ്റ് D. സുഗതൻ, B. ബൈജു, A. ഷുക്കൂർ തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. കിയോസ്ക് ബാങ്കിംഗ് ആരംഭിക്കുവാനുള്ള റിസർവ് ബാങ്ക് നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. SBI മുല്ലക്കൽ ശാഖയ്ക്ക് മുൻപിൽ നടന്ന ധർണ CPM ജില്ലാ സെക്രട്ടറി CB ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് അതിന്റെ രണ്ടാമത്തെ ടേമിൽ ആദ്യത്തെ ഘട്ടത്തിൽ നടപ്പാക്കാൻ കഴിയാത്ത കാര്യങ്ങളെല്ലാം വളരെ തിരക്ക് പിടിച്ച് വേഗത്തിൽ നടപ്പാക്കാനുള്ള പരിശ്രമങ്ങളാണ് നടത്തിയത്. അതിന്റെ ഭാഗമായി നിലവിലുള്ള ബാങ്കിംഗ് രംഗത്തെ അടിമുടി സ്വകാര്യവൽക്കരിക്കാനും ഉദാരവൽക്കരിക്കാനും ഒക്കെ കഴിയുന്ന തരത്തിലുള്ള നിയമ ഭേദഗതികളാണ് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാൻ ശ്രമിച്ചത്. ബാങ്കിംഗ് രംഗത്തുണ്ടായിരുന്ന സാമൂഹ്യ നിയന്ത്രണവും ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിന് കീഴിൽ ജനങ്ങളുടെ താല്പര്യങ്ങളും ജനകീയ അഭിലാഷങ്ങളുമെല്ലാം സംരക്ഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സംവിധാനമായിരുന്നു നമ്മുടെ രാജ്യത്തെ ബാങ്കിംഗ് സംവിധാനം. കിയോസ് ബാങ്കിങ്ങിന്റെ മറവിൽ പൊതുമേഖലാ ബാങ്കുകളെ സ്വകാര്യവൽക്കരിക്കുവാനുള്ള നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് ചന്ദ്രബാബു ആരോപിച്ചു. ബസി സംസ്ഥാന ജനറൽ സെക്രട്ടറി CJ നന്ദകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് KN ചന്ദ്രബാബു, T. ജയരാജ് തുടങ്ങിയവർ സംസാരിച്ചു. കുളത്തേക്കാൾ കഷ്ടത്തിൽ കിടക്കുകയാണ് വെളിയനാട് കണ്ണാടി റോഡ്. സ്നേഹദീപം ജംഗ്ഷൻ മുതൽ കൊറത്തറ പാലം വരെയുള്ള 1 കിലോമീറ്റർ റോഡാണ് യാത്രായോഗ്യമല്ലാത്ത നിലയിൽ തകർന്നു കിടക്കുന്നത്. സ്നേഹദീപം ജംഗ്ഷൻ മുതൽ കൊറത്തറ പാലം വരെയുള്ള റോഡ് കണ്ടാൽ യാത്രക്കാർ ഒന്ന് നിൽക്കും. കാരണം റോഡാണോ തോടാണോ എന്ന് യാത്രക്കാർക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കാറില്ല. ഈ റോഡിലൂടെ യാത്ര ചെയ്താൽ എളുപ്പം വണ്ടാനം മെഡിക്കൽ കോളേജിലെത്താം. അത് കയ്യോ കാലോ ഒടിഞ്ഞിട്ടായിരിക്കും എന്ന് മാത്രം. കഴിഞ്ഞ 5 മാസമായിട്ട് ഈ റോഡിന്റെ അവസ്ഥ ഇതാണ്. വെള്ളം കയറിയതും റോഡ് തകർന്നടിയുവാൻ കാരണമായതായി നാട്ടുകാർ പറഞ്ഞു. ഈ റോഡിന്റെ പണി ഇത് ടാറിങ് പൂർത്തിയാക്കിയതാണ്. ഇപ്പോൾ ഇതിന്റെ ഇത്രയും ശോചനീയമായ ഇത്രയും വലിയ കുഴിയായിട്ട് ഇതുവരെയായിട്ട് യാതൊരുവിധ അധികാരികളും ഇതിന്റെ ഇവിടെ വന്ന് നോക്കുകയോ ഇതിന് എന്തെങ്കിലും പരിഹാരം കൊണ്ടുപോകുകയോ ചെയ്യുന്നില്ല. ദിനംപ്രതി
നൂറുകണക്കിന് ട്രാൻസ്പോർട്ട് ബസ്സും മറ്റ് പ്രൈവറ്റ് വാഹനങ്ങളും കടന്നു പോകുന്ന ഒരു വഴിയാണിത്. ഇത് ഏകദേശം ഒരു 2 കിലോമീറ്റർ മുതൽ ഇങ്ങോട്ട് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുക. കുറെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഭാഗത്തെല്ലാം ഇത് കണക്ക് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുക. ഇതുവരെയായിട്ടും ഒരു അധികാരികളോ ബന്ധപ്പെട്ടവരോ ഇതിനുവേണ്ടി പരിശ്രമിക്കുന്ന റോഡിന്റെ കുഴിയടയ്ക്കാൻ നോക്കുകയോ ചെയ്തിട്ടില്ല. മങ്കൊമ്പ് ക്ഷേത്രം, ചതുർത്ഥിയാഗിരി, കായൽപ്പുറം, തട്ടാശ്ശേരി തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് ചങ്ങനാശ്ശേരി ഡിപ്പോയിലെ KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. KSRTCക്ക് വരുമാനം നേടിക്കൊടുക്കുന്ന റോഡായിട്ടും അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഇത് വർഷങ്ങളായിട്ട് ഇതുപോലുള്ള കുട്ടനാടിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വെള്ളം കയറി ഇറങ്ങുമ്പോൾ അതിനു മുമ്പേ തന്നെ ഇത് കുഴികളായിരിക്കണം. ഇത് ഒട്ടനവധി ബസ് സർവീസുകൾ ഇതിനുവേണ്ടിയുള്ളതാണ്. എഞ്ചിനീയറിംഗ് കോളേജ്, മങ്കമ്പ് ക്ഷേത്രം, കായ്പ്പുറം എന്നുള്ള ഒട്ടനവധി വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥിതികൾക്ക് ഈ കുട്ടനാടിന്റെ ഈ പുളുങ്ങുന്ന പഞ്ചായത്തിന്റെ ഒരു ഏരിയയാണ്. ഇപ്പൊ ഇതിന്റെ പരിസരമായ 5-ാം വാർഡിലെ സ്ഥിതികളാണ്. ഈയിടെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പഞ്ചായത്തിൽ ഉപരോധ സമരങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഒട്ടനവധി പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്ത് പ്രക്ഷോഭം ഉണ്ടാക്കിയാലും നാളെവിധയായിട്ടും സർക്കാരിൽ നിന്ന് അടിയന്തരമായി ഈ റോഡുകൾ ചെയ്യേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല. ഈ വർക്കെന്ന് പറഞ്ഞാൽ 1 വർഷം പോലും ആയിട്ടില്ല. ഈ വർക്കിന്റെ അശാസ്ത്രീയമായുള്ള പരിപാടികളാണ് ഇതുപോലുള്ള റോഡുകൾ വീണ്ടും തകർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അധികാരികൾ ശ്രദ്ധിക്കണം. ഇനിയെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പോൾ അപകടം ഉണ്ടാകുമ്പോൾ വന്ന് അനുശോചനം നടത്തിയിട്ടൊന്നും കാര്യമില്ല. അതിനു മുമ്പ് ഇതുപോലുള്ള പദ്ധതികൾ കണ്ടെത്തിക്കൊണ്ട് വർക്ക് ചെയ്യിക്കാനുള്ള കോൺട്രാക്ടറെ കൊണ്ട് വർക്ക് ചെയ്യിക്കാനുള്ള നടപടികൾ ഉദ്യോഗസ്ഥന്മാർ തീരുമാനിക്കണം. ഇത് ഉദ്യോഗസ്ഥന്മാരും കോൺട്രാക്ടറുമായിട്ടൊരു ധാരണയിലെത്തിക്കൊണ്ട് യാതൊരുവിധ പണത്തിന്റെ 1% പോലും റോഡിന് വേണ്ടി ചെലവഴിക്കാനും റോഡെന്നല്ല മറ്റുള്ള ഒട്ടൊരു വികസന പ്രവർത്തനം നമ്മുടെ മങ്കമ്പ് സ്കൂളിന്റെ സ്ഥിതിയാണ് ഇതൊക്കെ തന്നെയാണ്. ഇനിയും മേലാലെങ്കിൽ ഇതുപോലെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അധികാരികൾ ശ്രദ്ധിക്കണം. കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന പ്രവർത്തക ക്യാമ്പും ജില്ലാ കുടുംബ സംഗമവും സമാപിച്ചു. പത്തനംതിട്ട ചരൽക്കുന്നിൽ നടന്ന സമാപന സമ്മേളനം രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ PS നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രോപ്പൊലിത്ത, ബിലീവേഴ്സ് ചർച്ച് പരമാധ്യക്ഷൻ ഡോക്ടർ KP യോഹന്നാൻ മെത്രാപ്പൊലിത്ത എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. സ്വാഗത സംഘം ജനറൽ കൺവീനർ ബാബു തോമസ്, രാജു എബ്രഹാം MLA, മാത്യു T തോമസ് MLA, KC സ്മിജൻ, അനിൽ വിശ്വാസ്, മനോജ് പുളിവേലിൽ തുടങ്ങിയവർ സംസാരിച്ചു. ജോയിന്റ് കൌൺസിൽ ആലപ്പുഴ ടൗൺ ബ്രാഞ്ച് സമ്മേളനം നഗര ചത്തുരത്തിൽ നടന്നു. സംസ്ഥാന ചെയർമാൻ R സുഖ്ലാൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹത്തിലെ എല്ലാ മാറ്റങ്ങൾക്കും എല്ലാവിധ പ്രശ്നങ്ങൾക്കുമെല്ലാം അതെല്ലാം നമ്മളെയും സർക്കാർ ജീവനക്കാരെയും അതിൻ്റെതായ തരത്തിൽ ബാധിക്കും. സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്ന തരത്തിൽ സർക്കാർ മേഖലയിലുള്ള ജീവനക്കാരുടെ മേഖലയിലുള്ള നമ്മുടെ സേവന മേഖല വ്യവസ്ഥകളെ സംബന്ധിച്ച് മാത്രം ചർച്ച ചെയ്യുന്നവരല്ല. അതിനേക്കാൾ ഉപരിയായി നമ്മുടെ രാജ്യത്തിന്റെയും ലോകത്തിലെയും സ്ഥിതിഗതികളെ സംബന്ധിച്ച് സസൂക്ഷ്മം വീക്ഷിക്കുവാൻ അവിടെയെല്ലാം അനീതിക്കെതിരെ പ്രതികരിക്കുവാൻ ജീവനക്കാരുടെ മനസ്സുകളിൽ അനീതിക്കെതിരെ ഉള്ള ഒരു പ്രതികരണത്തിന്റെ അതിനുവേണ്ടി അവരുടെ മനസ്സിനെ ഒരുക്കിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. ബ്രാഞ്ച് പ്രസിഡന്റ് M അനിൽകുമാർ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം C വാമദേവ്, VS സന്തോഷ് കുമാർ, ഗീതാകുമാരി, A ഹരിദാസ് എന്നിവർ സംസാരിച്ചു. സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ 10 മുട്ടാർ സെന്റ് ജോർജ് പരീക്ഷ ഹാളിലാണ് ക്യാമ്പ് നടന്നത്. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെയും YMCA കുട്ടനാട് സബ് റീജിയന്റെയും സഹകരണത്തോടുകൂടി മുട്ടാർ YMCA സൗജന്യ വൃക്കരോഗ നിർണയ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. മുട്ടാർ സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ നടന്ന പരിപാടി മുൻ MLA ഡോക്ടർ KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് റവറന്റ് ഫാദർ സെബാസ്റ്റ്യൻ മണ്ണാന്തുരത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് ബിന്ദു C ആന്റണി, സാബു പ്രസാദ് വർഗീസ്, മോൻസി മുണ്ടകത്തിൽ, ബാബു വലിയ വീട്ടിൽ, സണ്ണി മുട്ടാർ, ജോർജ് കുട്ടി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. പുളിങ്ങുന്ന് ഫൊറോന പിതൃവേദി മാതൃജ്യോതിസിന്റെ ആഭിമുഖ്യത്തിൽ മാതാപിതാക്കൾക്ക് വേണ്ടി ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിക്കുന്നു. മാമ്പുഴക്കരി ലൂർദ് മാതാ ദേവാലയ ഓഡിറ്റോറിയത്തിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് നടക്കുന്ന പരിപാടിയിൽ ജേക്കബ് ജോബ് IPS ക്ലാസ് നയിക്കുമെന്ന് പ്രസിഡന്റ് ജോസ് കൈരാത്ത് അറിയിച്ചു. കൈനഗരി ഇലക്ട്രിക് പരിധിയിലുള്ള കൈനഗരി, കുട്ടമംഗലം, കുപ്പപ്പുറം, തോട്ടുവാത്തല എന്നീ പ്രദേശങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ വെള്ളിയാഴ്ച രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 വരെ വൈദ്യുതി മുടങ്ങും. പ്രധാന വാർത്തകൾ വീണ്ടും.
ആലപ്പുഴ പട്ടണത്തിൽ ലഹരിയുടെ അതിമധുരം. ലഹരിയിൽ മുങ്ങി ആലപ്പുഴ. ഓണക്കാലമായതോടെ മയക്കുമരുന്ന് സംഘങ്ങളുടെ പറുദീസയാവുകയാണ് വെനീസ്. പള്ളിക്കുടം വിഴുങ്ങികൾക്കെതിരെ അലയടിക്കുന്ന പ്രതിഷേധം. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട സ്കൂൾ സംരക്ഷണ സമിതി നേതൃത്വത്തിൽ കുട്ടനാട് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും സംഘടിപ്പിച്ചു. ഭൂമിയിലെ മാലാഖമാരും കുടുംബവും കടക്കണിയിൽ. വിദ്യാഭ്യാസ വായ്പയെടുത്ത നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ബാങ്കുകളുടെ ജപ്തിയും വക്കീൽ നോട്ടീസും ഭീഷണിയും. ആ വാതിലും അടഞ്ഞു. സാധാരണക്കാരന്റെ സൂപ്പർ മാർക്കറ്റായ സപ്ലൈകോയും സമരത്തിൽ. സമരത്തിന് സമവായമായില്ലെങ്കിൽ ഓണം കേരള വീടുകളാകും അധികവും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.